ഡൽഹിയിൽ ഉണ്ടാകേണ്ട സുമോദ് ബീഹാറിൽ ഇലക്ഷന് വേണ്ടി അതിന്റെ റിപ്പോർട്ടിങ്ങിന് വേണ്ടി അവിടെ എത്തിയപ്പോഴാണ് ഇന്നലെ അപ്രതീക്ഷിതമായ തീർത്തും നിർഭാഗ്യകരമായ ഒരു സ്ഫോടനം ഡൽഹിയിൽ ഉണ്ടാകുന്നത്. സ്വാഭാവികമായ വിവരം കേട്ടപ്പോൾ പെട്ടെന്ന് എന്താണ് തോന്നിയത്? ഇപ്പോൾ ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് മുന്നിലൊക്കെ ഒരുപാട് മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന, ഇഷ്ടംപോലെ മലയാളികൾ ഉൾപ്പെടെ ഇപ്പൊ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അവിടേക്ക് എത്തുന്ന ഒരു ഏരിയ കൂടിയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് അവിചാരിതമായ അപ്രതീക്ഷിതമായ ഒരു സ്ഫോടനം ഉണ്ടാവുന്നതിന്റെ നടുക്കത്തിലാണ് രാജ്യവും തലസ്ഥാന നഗരിയും ഒക്കെ ഉള്ളത്. എന്താണ് ധനസുമോദിന് പെട്ടെന്ന് തോന്നിയത്? സൈഫുദ്ദീൻ, നേരത്തെ ഇതുപോലെ മുംബൈയിലും ഡൽഹിയിലും മെട്രോ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇങ്ങനെ സ്ഫോടന പരമ്പരകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് ഒരു സ്ഫോടനം എന്നത് തന്നെ ജനങ്ങൾ വളരെ മറന്ന അവസ്ഥയിലായിരുന്നു. മാത്രമല്ല പലപ്പോഴും ഈ ദീപാവലി തുടങ്ങിയ ഉത്സവങ്ങളുടെ ഒരു തലേ ദിവസമൊക്കെ ആയിരുന്നു നേരത്തെ പല ചന്തകളിലുമായിരുന്നു സ്ഫോടനം ഉണ്ടായിരുന്നത്. ഇതിൽ തന്നെ ഈ മേഖലകളിലേക്ക്, കാര്യം ഈ ഓൾഡ് ഡൽഹി നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് ജനങ്ങൾ കച്ചവടം നടത്തുന്ന ഹോൾസെയിൽ മാർക്കറ്റ്, ചാന്ദിനി ചൗക്ക് അടക്കമുള്ള ഒരു മേഖലയാണ്. അതായത് അവിടെ ഒരു പെട്ടിക്കടയിൽ പോലും ഒരു ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് ഒരു ദിവസം നടക്കുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കാര്യം. ഇപ്പോൾ അവധി സമയം കൂടിയാണ്, ആളുകൾ ഒരു തണുപ്പ് തുടങ്ങുന്നൊരു സമയമാണ്, കൂടുതൽ വിനോദസഞ്ചാരത്തിനടക്കം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നതാണ്. പക്ഷേ നമുക്ക് ലഭ്യമായ വിവരം വെച്ചിട്ടാണെങ്കിൽ ഈ കാറ് ആ ജനപ്രദേശത്തേക്ക് അല്ലെങ്കിൽ ആ ചന്തയിലേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ആ തരത്തിൽ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയത് കൊണ്ട് കാറ് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു പക്ഷേ ഈ സ്ഫോടനം നടന്നതിൻ്റെ ഒരു 100 മീറ്ററോ 200 മീറ്ററോ മാറിയായിരുന്നു ഈ സ്ഫോടനം നടന്നിരുന്നെങ്കിൽ രാജ്യം ഞെട്ടിക്കുന്ന തരത്തിലുള്ള, ഇപ്പോൾ നമ്മൾ ഞെട്ടിയതിനേക്കാളും 10 മടങ്ങ് അല്ലെങ്കിൽ 100 മടങ്ങ് ശേഷിയുള്ള ഒരു സ്ഫോടനമായിരിക്കും ഒരു പക്ഷേ നടക്കാനിരിക്കുന്നത്. ആ തരത്തിലുള്ളൊരു സ്ഫോടനം വഴിമാറിയിരിക്കുകയാണ്. എങ്കിലും ഡൽഹി നിവാസികൾ ഇതുവരെ കാര്യം കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിലുള്ളൊരു സ്ഫോടനത്തിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിൽ നിന്നൊക്കെ ഒരു മാറി നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. അതുകൊണ്ട് ഈ ഒരു ജനങ്ങൾ ഇപ്പോൾ നമ്മൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ബീഹാറിൽ വന്നു കഴിഞ്ഞപ്പോഴും പ്രധാനപ്പെട്ട ചർച്ച ഇപ്പോൾ സ്ഫോടനം തന്നെയാണ്. സാധാരണ ഈ ഏതെങ്കിലും പ്രദേശത്ത് കേന്ദ്രീകരിച്ചുള്ള ഇപ്പോൾ ഈ ചർച്ചകളല്ല നടക്കുന്നത്. കാര്യം ഇതിൻ്റെ ഒരു അനുരണനങ്ങൾ, ഇതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ ഒരു ബീഹാറിലും ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ചർച്ചകളാണ് ബീഹാറിലെങ്ങും നടക്കുന്നത്. ശരി ധനസുമോദ് ഡൽഹിയിലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ രാവിലെ ഇപ്പോൾ ഈ സ്ഫോടനം ഉണ്ടായ സൈറ്റിൽ ഇറങ്ങി നമുക്ക് വിവരങ്ങൾ തരേണ്ട ആളായിരുന്നു. ബീഹാറിൽ വോട്ടെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് മാധ്യമപ്രവർത്തകർ നിലവിൽ ബീഹാറിൽ ഉണ്ടല്ലേ? എന്തായാലും ബീഹാറിൽ നിന്ന് വരുന്ന വാർത്തകളും അതീവ പ്രാധാന്യമുള്ളതാണ് ഇന്നത്തെ ദിവസം മാത്രം.